വെൽക്കം ടു RK Stories. ഇനിയും ഈ വഴിയെ 17. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടുപേരും അങ്ങോട്ട് ശ്രദ്ധിച്ചത്. വാതിൽക്കൽ നിൽക്കുന്ന അമ്മാവനെയും അമ്മായിയെയും ബാക്കിയുള്ളവരെയും കണ്ടതോടെ വാതിലടക്കാൻ വീണ്ടും മറന്നുപോയതിൽ അവൻ സ്വയം പരിതപിച്ചു. എടി, എന്തോന്നാ നീ കാണിക്കുന്നേ? അകത്തേക്ക് പാഞ്ഞു കയറിയ ലക്ഷ്മിയമ്മായി കൈവീശി ആമ്പലിനെ അടിച്ചു. പക്ഷേ അവർക്കിടയിലേക്ക് കയറി നിന്ന മഹിയുടെ തോളിലാണ് ആ അടിയേറ്റത്. ആമ്പൽ അവൻ്റെ പിറകിൽ ഒളിച്ചു നിന്നു. ഡാ, നീ മാറിക്കേ, ഇവളെ ഇന്ന് ഞാൻ. ആമ്പലിൻ്റെ മുന്നിൽ നിന്നും മഹിയെ പിടിച്ചു മാറ്റാൻ അമ്മായി ശ്രമിച്ചു. വേണ്ടമ്മായി, അവളെ തല്ലാതെ. അമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കുന്ന അവനിൽ ആമ്പലിൻ്റെ കണ്ണുകൾ ഒരു മാത്ര തങ്ങി നിന്നു. നീ എന്തിനാ അവളെ മാത്രം തല്ലുന്നേ? രണ്ടിനും നല്ല തല്ലിൻ്റെ കുറവുണ്ട്. അമ്മാവൻ പറയുന്നതിനിടയിൽ താമരയും മുറിക്കകത്തേക്ക് കയറി വന്നു. അവൻ കൊച്ചല്ലേ, അവളല്ലേ നോക്കേണ്ടത്? താമയുടെ കുറ്റപ്പെടുത്തൽ കേട്ടതും ആമ്പൽ മഹിയുടെ പുറകിൽ നിന്നും പല്ല് കടിച്ചു. ഓ, ഒരു കൊച്ചി അയിന്ന് വരുന്നത് കേട്ടേച്ചാലും മതി. പിന്നിൽ നിന്നും ആമ്പൽ പിറുപിറുത്തത് മഹി വ്യക്തമായി കേട്ടു. എല്ലാവരും കൂടെ വെറുതെ എന്തിനാ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നേ? അവർ തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർത്തോളുന്നേ. ശരത് അമ്മാവനെയും അമ്മായിയെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയാ ശരത്തേട്ടാ പറയാതിരിക്കുന്നേ? അവളുടെ കോലം കണ്ടില്ലേ? ആ നിച്ചു എന്ത് ഭംഗിയിൽ അണിയിച്ചൊരുക്കിയതാ. അതും കൂടി കേട്ടതോടെ ആമ്പൽ മഹിയുടെ പിന്നിൽ നിന്നും മുന്നിലേക്ക് ചാടി. ഞാനല്ല, ഈ തെണ്ടിയാണ് പ്രശ്നമുണ്ടാക്കിയത്. തെണ്ടി നിന്റെ അച്ഛൻ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മാവൻ തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യം മഹി ഓർത്തത്. സോറി അമ്മാവ, അമ്മാവനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മാവൻ അമ്മായിയുടെ നേരെ നോക്കി കണ്ണുമിഴിച്ചു. നീ അവൻ പറഞ്ഞത് കേട്ടോ? ഒന്ന് ചുമ്മാ അതിരി മനുഷ്യ, നിങ്ങൾ തന്നെയാ അവളുടെ അച്ഛൻ. എല്ലാം കൂടി കണ്ട് തലയ്ക്ക് വട്ടുപിടിച്ചതുപോലെ നിന്നിരുന്ന അമ്മായി പറഞ്ഞുറപ്പിച്ചു. സത്യം പറ അമ്മാവ, ഇവൾക്ക് ശരിക്കും തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ആമ്പലിനെ നോക്കി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് മഹി അമ്മാവനോട് ചോദിച്ചു. നിന്നെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ഒരു സംശയം എനിക്കും തോന്നിയതാടാ മരുമോനെ. അമ്മാവാ. അവൻ ദൈന്യതയോടെ മുഖം ചുളിച്ചു. ആ സമയത്താണ് അമ്മമ്മ അങ്ങോട്ട് കയറി വന്നത്. എന്താ ഇവിടെ പ്രശ്നം? വാ വാ, അമ്മയാണ് ഈ ഒരു പ്രശ്നം മൊത്തമുണ്ടാക്കിയത്. നീ എന്താടാ ജീന പിച്ചും പേയും പറയുന്നേ? മുറിയിൽ നിൽക്കുന്നവരെ നോക്കി അമ്മമ്മ ചോദിച്ചു. അല്ലേ, എല്ലാവരും കൂടി ഇവരുടെ മുറിക്ക് മുന്നിൽ നിന്ന് എന്താ ചെയ്യുന്നേ? അതുങ്ങളുടെ പാട്ടിന് വിട്ടുകൂടെ? പാട്ടിന് വിട്ടതിൻ്റെയാ ഈ കാണുന്നേ. അമ്മ ഈ രണ്ടിൻ്റെയും നിൽപ്പൊന്ന് നോക്കിക്കേ. ഗാട്ടാ ഗുസ്തി കഴിഞ്ഞ പരുവത്തിൽ നിൽക്കുന്ന രണ്ടിനെയും അപ്പോഴാണ് അമ്മമ്മ ശരിക്കും ശ്രദ്ധിച്ചത്. പുള്ളിക്കാരി മൂക്കത്ത് വിരൽ വെച്ചു. എന്തോ നാടാ മക്കളെ ഇത്? ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞതല്ലേ ഇനി അങ്ങോട്ട് പരസ്പരം സ്നേഹത്തോടെ കഴിയണമെന്ന്. അമ്മമ്മയുടെ കൊച്ചുമോളെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചതിൻ്റെയാ ഈ കാണുന്നേ. ഷർട്ടിൻ്റെ പൊട്ടി വീണ ബട്ടൺസ് താഴെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ മഹി പറഞ്ഞു. അച്ഛനൊരു കാര്യം കേൾക്കണോ? അച്ഛമ്മ ഈ തെണ്ടിക്ക്. ആമ്പൽ വീണ്ടും മുന്നിലേക്ക് കയറി. ഡി. അമ്മായി വീണ്ടും കയ്യോങ്ങി. ഒറ്റച്ചാട്ടത്തിന് പഴയതുപോലെ മഹിയുടെ പിന്നിലേക്ക് കയറിയിട്ട് അവിടെ നിന്നും അവൾ പറഞ്ഞു. ഈ മഹിക്കുട്ടന് ആ ബൈക്കും പിന്നെ അച്ഛമ്മയുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ പകുതിയും എഴുതി കൊടുത്തിട്ടാത്രേ ഇവനെന്നെ കല്യാണം കഴിച്ചേ. ഓഹോ, ഇതൊക്കെ എപ്പോ? ജിനൻ അമ്മയുടെ നേരെ തിരിഞ്ഞു. സ്ഥലം അവൻ എഴുതി കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞായിരുന്നോ? അത് പിന്നെ എപ്പോഴായാലും അവർക്ക് തന്നെ ഉള്ളതല്ലേ. എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ 4 കൊച്ചുമക്കൾക്കും കൂടി ഉള്ളതാ. പകുതി ഇപ്പോഴേ ഇവർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അതോടെ അമ്മാവൻ മഹിക്കു നേരെയായി. ശരിയാണോടാ അമ്പ് പറയുന്നേ? ആ സ്വത്തിന് വേണ്ടിയാണോ നീ ഇവളെ കെട്ടിയത്? ഏയ്,
അവൻ വിലങ്ങനെ തലയാട്ടി. ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മാവ? ഇവൾക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് അമ്മമ്മ പറഞ്ഞതുകൊണ്ടല്ലേ? ഉയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല. ആമ്പൽ തലയിൽ കൈവച്ചു. അപ്പോൾ നീയല്ലേ അന്ന് രാത്രി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ഇവൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത്? എന്തൊക്കെയായി നടക്കുന്നേ? അമ്മായി അവൾക്കു നേരെ തിരിഞ്ഞു. അതോടെ ആമ്പൽ ശരിക്കും വെട്ടിലായി. അവൾ എളിക്ക് കൈകൾ കുത്തി അച്ചമ്മയുടെ നേർക്ക് കൂർത്ത കണ്ണുകളോടെ നോക്കി. എന്നാ പിന്നെ കിടക്കാൻ നോക്കൂ മക്കളെ, സമയം ഒരുപാടായി. രാമ 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 രാമ. ഇനി നിന്നാൽ ശരിയാകില്ല എന്നു മനസ്സിലായതോടെ അമ്മമ്മ രാമനാമവും ചൊല്ലി സ്ഥലം വിട്ടു. രണ്ടിനോടും കൂടിയായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്തേലും പ്രശ്നമുണ്ടായാൽ മരുമോനാണ് മോളാണ് എന്നൊന്നും ഞാൻ ഓർക്കില്ല. രണ്ടിൻ്റെയും കയ്യും കാലും തല്ലി ഒടിച്ച് ഇവിടെ ഇടും. എന്നിട്ട് രണ്ടിനും ഞാൻ ചെലവിനും തരും, കേട്ടല്ലോ? അമ്മാവൻ ഭീഷണി മുഴക്കിയതോടെ രണ്ടും LKG പിള്ളേരെ പോലെ നിന്ന് തലയാട്ടി. നാളെ കാലത്തെ എഴുന്നേറ്റ് രണ്ടും അമ്പലത്തിൽ പോയിക്കൊള്ളാം. ഇനി എന്നെ കൊണ്ട് പറയിക്കരുത്. അനുസരണയുള്ള കുട്ടികൾ അതിനും നിന്ന് തലയാട്ടി. മോനെ, അമ്മായി ഒരു ഗ്ലാസ് പാലും കൂടി എടുത്തുകൊണ്ട് വരട്ടെ? എന്തിനാ? ഇനി അത് അവളുടെ തലവഴി ഒഴിക്കാനോ? അമ്മാവൻ ദേഷ്യപ്പെട്ടതോടെ അമ്മായി ഒതുങ്ങി. എല്ലാവരും പോകാൻ നോക്ക്. ഇനി അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. അമ്മാവൻ പറഞ്ഞതോടെ ആദ്യം അമ്മായിയും മഹിയുടെ കവിളിൽ കരുവാളിച്ച് കിടക്കുന്ന പാടിൽ തലോടിയിട്ട് ദേഷ്യത്തോടെ ആമ്പലിനെ നോക്കിയ ശേഷം താമരയും മുറിയുടെ പുറത്തേക്കിറങ്ങി. എടാ അനിയ, ഇനിയെങ്കിലും നീ ഈ വാതിലടച്ചൊന്ന് കുറ്റിയിട്. ടിക്കറ്റ് എടുത്ത് ആളെ കയറ്റി ഇതിനകത്ത് നടക്കുന്ന പൊറാട്ട് നാടകമൊക്കെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് എന്തിനാ? എന്തോ നാടേ എന്ന മട്ടിൽ കൈമലർത്തി കാട്ടിയിട്ട് ശരത്തേട്ടനും വെളിയിലേക്ക് ഇറങ്ങിയതോടെ മഹി വാതിലടച്ച് കുറ്റിയിട്ടു. എന്തു വേണമെന്നറിയാതെ നിന്ന ആമ്പലിനെ ഒന്ന് നോക്കിയിട്ട് അവൻ ബാത്ത് ടവലും മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അവൻ അകത്തേക്കു കയറിയ ഉടൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ആമ്പൽ സ്വയം ഒന്ന് നോക്കി. ഉമ്മർ കയറി ഇറങ്ങിപ്പോയ ജയഭാരതിയെപ്പോലുള്ള തൻ്റെ അവസ്ഥ കണ്ട് കലി കയറി അവൾ അഴിഞ്ഞുലഞ്ഞ മുടിയിൽ നിന്നും വീഴാറായതുപോലെ തൂങ്ങിക്കിടന്നിരുന്ന മുല്ലപ്പൂ വലിച്ചു പറിച്ചെടുത്ത് മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. കോപ്പ്! സെറ്റ് സാരിയുടെ തുമ്പുകൊണ്ട് മുഖമൊന്ന് തുടച്ച ശേഷം അവൾ വാർഡ്രോബിൽ നിന്നും പാൻറ്റും ടോപ്പും ചേർന്ന ഒരു നേവി ബ്ലൂ പ്രിന്റഡ് നൈറ്റ് ഡ്രസ് എടുത്ത് വാഷ്റൂമിന് നേർക്ക് ഒന്ന് നോക്കിയിട്ട് ഇട്ടിരുന്ന സാരിയും ബ്ലൗസും പെറ്റിക്കോട്ടും അഴിച്ചുമാറ്റി ആ നൈറ്റ് ഡ്രസ് ഇട്ടിട്ട് കട്ടിലേക്ക് കയറി കമഴ്ന്നടിച്ചു കിടന്നു. ഒന്നുകൂടി കുളിച്ച് തലയിലെ പാല് മുഴുവൻ കഴുകിക്കളഞ്ഞ് ഒരു 3/4 ടീഷർട്ടും ഇട്ട് മഹി തിരികെ വന്നപ്പോൾ കാണുന്നത് കട്ടിലിൻ്റെ ഒരറ്റത്ത് കമിഴ്ന്നു കിടക്കുന്ന ആമ്പലിനെയാണ്. കണ്ണുകളടച്ചു കിടക്കുന്ന അവളുടെ ആ കിടപ്പും പിന്നഴകും നോക്കി കൈത്തരിപ്പോടെ അവൻ നിന്നു. പിടിച്ചൊരൊറ്റ ബലാത്സംഗം അങ്ങ് ചെയ്താലോ? അച്ചമ്മ പറഞ്ഞതുപോലെ ആദ്യ രാത്രി കൊണ്ട് എല്ലാം അങ്ങ് ശരിയാക്കണം. എന്തു പറയുന്നു മഹിക്കുട്ട? ഒന്ന് ട്രൈ ചെയ്താലോ? ഉള്ളിലെ ആക്രാന്തിഷ്ടി അവനോട് ചോദിച്ചു. വേണ്ട മോനെ, അച്ചമ്മ പറഞ്ഞത് കേട്ട് ഒന്ന് ചാടിയത് ഇങ്ങനെയായി. ഇനി വേണ്ട. അവസാനം ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. അത് മാത്രമല്ല, ഇവളായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോൾ തലയിണക്കടിയിൽ വല്ല കത്തിയോ കോടാലിയോ ഒക്കെ കാണും. തൽക്കാലം സംയമനം പാലിക്കുന്നതാണ് ബുദ്ധിയും ആരോഗ്യത്തിന് നല്ലതും. ഒടുവിൽ ബുദ്ധി പറഞ്ഞത് കേൾക്കാൻ ആക്രാന്തിസ്റ്റ് തയ്യാറായി. AC ഓൺ ചെയ്തിട്ട് അവളെ ശല്യപ്പെടുത്താതെ അവൻ കട്ടിലിൻ്റെ മറ്റേ അറ്റത്തേക്ക് കയറി മലർന്നു കിടന്നു. അവൻ കട്ടിലിൽ കിടന്നതും അവൾ ചാടി എഴുന്നേറ്റു. നീ എന്താ ഇവിടെ കിടക്കുന്നേ? പിന്നെ ഇവിടെ കിടക്കാതെ നിന്റെ മേത്ത് കയറി കിടക്കണോ? അവളുടെ നേരെ നോക്കാതെ സീലിംഗിലേക്കും നോക്കി കിടന്നുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ഇത് എൻ്റെ കട്ടില. നീ വേണേ ആ തലയണയും പുതപ്പും എടുത്ത് താഴെ കിടക്ക്. അമ്മാവനെ വിളിക്കണോ? പുള്ളി വന്നാൽ ഇതാരുടെ കട്ടിലാണെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. അതോടെ അവൾ വാ പൂട്ടി
അവനെ മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് ഒതുങ്ങിക്കൂടി. ഉറക്കത്തിനിടയിൽ എൻ്റെ മേത്തെങ്ങാനും തൊട്ടാൽ നീ വിവരമറിയും. അവളുടെ ആ ഭീഷണി കേൾക്കാത്ത മട്ടിൽ അവൻ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പി. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ. ഒന്നു നിർത്തിയിട്ട് അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ബാക്കിയും കൂടി പാടി. ദൈ പണ്ടാര നരകത്തീ നിന്നെ കരകേറ്റിടണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ. അവൻ്റെ ആ അസഹനീയമായ കീർത്തനം കേട്ട് അവൾ തലയിണക്കടിയിലേക്ക് മുഖം പൂഴ്ത്തി. വാതിലിനു പുറത്ത് ചെവിയോർത്തു നിന്നിരുന്ന അമ്മായി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഹോ, അങ്ങനെ ഒടുവിൽ തേവരുടെ കീർത്തനമൊക്കെ പാടുന്നുണ്ട്. രണ്ടും നന്നായെന്ന് തോന്നുന്നു. തുടരും. കഥയുടെ അടുത്ത ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണേ. See you